മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സംസ്ഥാന സർക്കാരിന്റെയും കേരളവും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ അവസാനിച്ചിട്ടേയില്ല. നവകേരള ധൂർത്ത് സർക്കാർ ഖജനാവിൽ നിന്നും വകമാറ്റിയത് 30 ലക്ഷം രൂപയെന്ന ആക്ഷേപം ശക്തമായിരിക്കുകയാണ്. നവകേരളയ്ക്ക് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്നും പിണറായിയും മന്ത്രിമാരും മുക്കിയത് 30 ലക്ഷത്തോളം രൂപയെന്നാണ് മാധ്യമ, പ്രതിപക്ഷ, സോഷ്യൽ മീഡിയ വിമർശനം. മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്കായാണ് സർക്കാർ ഫണ്ടിൽ നിന്നും പണം വകമാറ്റി ചിലവഴിച്ചത് എന്നാണ് ആക്ഷേപം. യുവജനങ്ങളുമായി മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രിക്ക് സംവദിക്കുന്നതിന് വേണ്ടിയാണ് പണം വകമാറ്റിയത്. ചീഫ് മിനിസ്റ്റർ കപ്പ് ഇന്റർനാഷണൽ ടെന്നീസ് ടൂർണമെന്റിനായി നീക്കിവെച്ച 40 ലക്ഷത്തിൽ നിന്നും 10 ലക്ഷവും യുവജനക്ഷേമ ബോർഡിലെ വികസന പരിപാടിക്കായി മാറ്റിവെച്ച 2 കോടിയിൽ നിന്ന് 20 ലക്ഷവുമാണ് പിണറായി വിജയന്റെ പരിപാടിക്കായി വകമാറ്റിയത് എന്നാണ് ആക്ഷേപം. ഇതിനിടെ നവകേരള സ്ത്രീ സദസ്സ് പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഐശ്വര്യ ലക്ഷ്മിയും വൈക്കം വിജയലക്ഷ്മിയും രംഗത്ത് വന്നിരിക്കുകയാണ്. സിനിമയുടെ സാങ്കേതിക നിർമ്മാണ മേഖലകൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് നടി ഐശ്വര്യ ലക്ഷ്മി. സിനിമാ നിർമ്മാണം പോലുള്ള ബിസിനസ് മേഖലയിൽ സ്ത്രീകളെ പ്രാപ്തരാക്കുന്നതിന് സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നും ഐശ്വര്യ പറഞ്ഞു. സിനിമയുടെ വിവിധ മേഖലകളിലേക്ക് സ്ത്രീകളെ എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും പഠന സംവിധാനം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. കേൾവി നഷ്ടമായവർക്ക് അത് തിരികെ ലഭിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് സമാനമായി കാഴ്ച പരിമിതർക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടുന്നതിനുള്ള പദ്ധതിക്ക് സാധ്യതയുണ്ടോ എന്നായിരുന്നു ഗായിക വൈക്കം വിജയലക്ഷ്മിയുടെ ചോദ്യം. കാഴ്ച തിരികെ നൽകാൻ കഴിയുമോ എന്ന് ഇപ്പോൾ ഉറപ്പ് പറയുന്നില്ല. എന്നാൽ വിജയലക്ഷ്മിയുടെ ആവശ്യത്തിനൊപ്പം കേരളമുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ഗ്രാമീണ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കിട്ടാത്ത പ്രശ്നം പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും കെ സ്റ്റോർ പോലുള്ള പദ്ധതികൾ വഴി പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി ലഭ്യമാക്കുമെന്നും PK മേദിനിയുടെ ചോദ്യത്തിന് ഉത്തരമായി മുഖ്യമന്ത്രി പറഞ്ഞു. കായിക താരങ്ങൾക്ക് സർക്കാർ ജോലിക്കായുള്ള റിക്രൂട്ട്മെന്റ് വർഷം തോറും നടത്തുന്ന കാര്യം പരിഗണിക്കുമെന്നായിരുന്നു കായിക താരങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി. വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വയോജന കമ്മീഷൻ രൂപീകരിക്കുന്നത് പരിഗണിക്കും. സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം പേരിൽ 60% സ്ത്രീകളാണ്. പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെങ്കിലും നിലവിലെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നില്ലെന്നും ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി മുഖ്യമന്ത്രി പറഞ്ഞു. മുഖാമുഖത്തിൽ 56 പേർ നേരിട്ടും 527 പേർ എഴുതിയും മുഖ്യമന്ത്രിക്ക് മുന്നിൽ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും അവതരിപ്പിച്ചു.